ആദ്യ ചന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്ത്? പ്രശാന്തിയുടെ സമുദ്രം. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് പുതിയ കുതിച്ചുചാട്ടം. ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ്? നീൽ ആംസ്ട്രോങ്. നിലവിലെ, അതായത് 2024 ISROയുടെ ചെയർമാൻ ആര്? MS സോമനാഥ്. ചന്ദ്രനിൽ കണ്ടെത്തിയ ഗർത്തങ്ങളിൽ ഏറ്റവും വലിയ ഗർത്തം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബെയ്ലി ഗർത്തം. ദി ഫേസ് ഓഫ് ദി മൂൺ ആരുടെ കൃതിയാണ്? റാൽഫ് ബെൽക്നാപ്പ് ബാൾഡ്വിൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏത്? നെയ്ക് അപ്പാച്ചെ. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ? കൽപ്പന ചൗള. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് എത്തിയ വർഷം ഏത്? 1984. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ചുറ്റിയത്? 108 മിനിറ്റ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആര്? അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം ഏത്? ചാങ് 3. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആര്? ചാൾസ് ഡ്യൂക്ക്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 ഏത് വർഷമാണ് വിക്ഷേപിച്ചത്? 2019. ഏത് വാഹനം ഉപയോഗിച്ചാണ് 2019 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? GSLV മാർക്ക് 3. ചന്ദ്രനിലെ ജലാംശം കണ്ടെത്തിയ ചന്ദ്രയാൻ 1 പരീക്ഷണ ഉപകരണം ഏത്? മൂൺ മിനറോളജി ഡിറ്റക്ടർ. വിർജിൻ ഗാലക്റ്റിക് പേടകത്തിൽ ബഹിരാകാശത്തേക്ക് യാത്ര പോകാൻ ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? കൽപ്പന 1. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര? 1.3 സെക്കൻഡ്. 1959 ചന്ദ്രനെ ലക്ഷ്യമാക്കി USSR വിക്ഷേപിച്ചതും ലക്ഷ്യം തെറ്റി സൂര്യമേഖലയിൽ ചെന്നുപെട്ടതുമായ വാഹനം ഏത്? ലൂണ 1. ഉപഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്ര? 5. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3യുടെ ഭാരം എത്രയാണ്? 3900 കിലോമീറ്റർ. ചന്ദ്രയാൻ 3യിൽ ഉപയോഗിച്ച റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. 2024 ആദ്യ ചന്ദ്രഗ്രഹണം നടന്നത് എന്ന്? മാർച്ച് 25. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഏത്? ഒഡീസീസ്.
ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 5ാമത്തെ രാജ്യം ഏത്? ജപ്പാൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14. ഇന്ത്യയുടെ 2ാമത്തെ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണം. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ 2ാമത്തെ രാജ്യം ഏത്? ചൈന. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? വാലന്റീന തെരഷ്കോവ. ലോകത്ത് ഏറ്റവും ചിലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏത്? ചന്ദ്രയാൻ. ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏത്? തിങ്കൾ. ചന്ദ്രന്റെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകത്തിന്റെ പേരെന്ത്? ലാഡി. കൽപന ചൗളയുടെ ജന്മദേശം എവിടെ? ഹരിയാനയിലെ കർണാൽ. സുനിത വില്യംസ് എത്ര ദിവസമാണ് ബഹിരാകാശത്ത് കഴിഞ്ഞത്? 322 ദിവസം. ഭൂമിക്കു ചുറ്റും 80 ദിവസങ്ങൾ എന്ന കൃതി രചിച്ചത് ആര്? ജൂൾസ് വേൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.